തിരുവനന്തപുരം നെടുമങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞു മരിച്ചതിൽ ഡോക്ടർ ബിന്ദു സുന്ദറിന് നിർബന്ധിത അവധി. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ആരോപണ വിധേയയായ ഡോക്ടറോട് അവധിയിൽ പ്രവേശിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയത്. പാലോട് സ്വദേശി നിരഞ്ജനയുടെ കുഞ്ഞു മരിച്ചത് ചികിത്സാ പിഴവെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു. അരുൺ മോഹൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുൺ, ഈ സംഭവത്തിന്റെ പശ്ചാത്തലം ആദ്യമൊന്ന് വിവരിക്കാം. ഇവിടെ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ മരണം? ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ ആദ്യം നൽകിയ വിശദീകരണം എന്താണ്? കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ പറയുന്ന പൂർണ്ണ ഗർഭിണിയായ നെടുമങ്ങാട് സ്വദേശി കൂടിയായ ആദിവാസി വഴിയായ രഞ്ജന കൃഷ്ണ എന്ന 37-കാരിയെ നെടുമങ്ങാട് ആശുപത്രിയിൽ പരിശോധനയ്ക്കായി എത്തിക്കുന്നത്. ഇവരുടെ പ്രസവ തീയതി കൊടുത്തിരുന്നത് 5-ാം തീയതി ആയിരുന്നു, മാർച്ച് 5-നായിരുന്നു. എന്നാൽ പരിശോധനയ്ക്ക് വേണ്ടി എത്തിയായിരുന്നു. ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ ആയിരുന്നു ഇവരെ പരിശോധിച്ച് വന്നിരുന്നത്. അത് നിർദ്ദേശപ്രകാരം വന്നത്. തുടർന്ന് അടിയന്തരമായി അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നു. അഡ്മിറ്റ് ചെയ്തു തിങ്കളാഴ്ച. തുടർന്ന് ചൊവ്വാഴ്ചയോടുകൂടി ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ശസ്ത്രക്രിയ നടന്ന മണിക്കൂറുകൾക്കകം ബന്ധുക്കളോട് കുഞ്ഞു മരിച്ച വിവരമാണ് ഇവർ അറിയിക്കുന്നത്. തുടർന്ന് പ്രതിഷേധവുമായി ഈ പറയുന്ന ഇവരുടെ രഞ്ജനയുടെ ബന്ധുക്കളും രംഗത്തെത്തുന്നു. തുടർന്ന് പ്രതിഷേധമാകുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളും പ്രതിഷേധമായി എത്തുന്നു. ഈ സമയത്ത് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയായിരുന്ന ഡോക്ടറെയും തടഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. സൂപ്രണ്ടിനെ ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കി. തുടർന്ന് നെടുമങ്ങാട് നിന്ന് വൻ പോലീസ് സംഘം എത്തിയായിരുന്നു ഈ പറയുന്ന പ്രതിഷേധക്കാരെ ഒരു പരിധിവരെ നിയന്ത്രിച്ചത്. ഇവരുടെ നിലപാട് എന്ന് പറയുന്നത് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്യുക, സർവീസിൽ നിന്ന് നീക്കം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവർ രംഗത്തെത്തിയിരുന്നത്. പ്രതിഷേധം ആയെങ്കിലും നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് RDOയുടെ സാന്നിധ്യത്തിൽ ഇവർക്ക് എതിരെ നടപടി സ്വീകരിക്കാം എന്നുള്ളൊരു അവസ്ഥയിലെത്തുന്നു. ഇതിനിടയിൽ തന്നെ മന്ത്രിയും ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവർക്കെതിരെ അന്വേഷണം നടത്താൻ ഉത്തരവ് വന്നിരുന്നു. ഈ ഡോക്ടറിനെതിരെ മുമ്പ് കൊല്ലത്ത് സമാനമായ അല്ലെങ്കിലും ഒരു ശസ്ത്രക്രിയ പിഴവ് സംഭവിച്ചതിന് അന്വേഷണം നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മുമ്പും ഇത്തരം ഒരു സംഭവം അന്വേഷണം നടന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിഷയം കൂടി വന്നതാണ് ഗൗരവം വർദ്ധിച്ചത്. തുടർന്ന് ഡോക്ടറോട് നിർബന്ധിത അവധിയിലേക്ക് പോകാൻ പറയുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയതോടുകൂടിയാണ് പ്രതിഷേധം ഒരു പരിധിവരെ ശ്രമിച്ചത്. ഇന്നും ഇതിന്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാവാനാണ് സാധ്യത. കാരണം ആശുപത്രിയിലെ നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ന് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്താനും സാധ്യതയുണ്ട്. ഈ ഡോക്ടർക്ക് നിർബന്ധിത അവധി ഈ ബിന്ദു എന്ന ഡോക്ടറാണല്ലോ